പ്രിയമുള്ളവരെ, ഒരു സമൂഹത്തിൻ്റെ പുരോഗമനപരമായ കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതമായ രണ്ട് ഘടകങ്ങളാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും. ആരോഗ്യവും വിദ്യാഭ്യാസവും ലഭിക്കാത്ത ഒരു സമൂഹമെന്ന് പറയുന്നത് പ്രാകൃതമായ ഒരു സമൂഹമാണ്. ആ നിലയ്ക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഇന്നും പ്രാകൃതരാണോ ആധുനികരാണോ എന്ന് കേരളീയ ജനത ഉറക്കെ ചിന്തിച്ചു നോക്കണം. അതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സിക്കുന്നത് അമേരിക്കയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദീർഘായുസ്സോടുകൂടി ജീവിച്ചിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ യൂസഫ് അലി ഇവിടെ ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് അപകടമുണ്ടായ അദ്ദേഹത്തിൻ്റെ നടുവങ്ങ് ഒടിഞ്ഞു പോയതാണ്. അദ്ദേഹം ഇവിടെ പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് അദ്ദേഹത്തെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് ആ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചിരുന്നുവെങ്കിൽ എൻ്റെ നടുവ് തളർന്നു പോകുമായിരുന്നെന്നാണ്. കാരണം നമ്മൾ ഇന്നും ചികിത്സാ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തും തികച്ചും പ്രാകൃതരാണെന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മളെല്ലാം കഠിനമായ അല്ലെങ്കിൽ തീവ്രമായ അന്ധവിശ്വാസികളാണ്. നമ്മൾ പണ്ട് കാലം മുതലേ നമ്മൾ ചികിത്സയ്ക്ക് ആശ്രയിച്ചിരുന്നത് ജ്യോത്സ്യന്മാരെയും അതുപോലെ തന്നെ മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും ഒക്കെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. പിന്നീട് നമ്മൾ ആധുനികതയിലേക്ക് വന്നെങ്കിലും അത്രത്തോളം വളർച്ച ഇന്ന് ലോകം ചികിത്സാ രംഗത്ത് കൈവരിക്കുന്നത്ര വളർച്ച കൈവരിക്കാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനോ കേരളത്തിനോ ഒരിക്കലും സാധ്യമാവില്ല. കാരണം അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾ തയ്യാറല്ല. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യരംഗത്ത് പണം ചെലവഴിക്കുന്ന എത്രത്തോളമാണെന്ന് നമുക്കറിയാം. 152 കോടി രൂപ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്ന കമ്പനിക്ക് ആ മരുന്നിൻ്റെ പണം അടയ്ക്കാതില്ലാതെ അവർ മരുന്ന് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടും അത് അടച്ച് അല്പാൽപ്പം വീതം 10-100 കോടി 10-20 കോടി വീതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ചികിത്സാ രംഗത്ത് പുരോഗമിക്കാൻ പറ്റുമോ? നമുക്ക് ആരോഗ്യമന്ത്രി പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന എല്ലാ കാര്യത്തിലും കേരളം നമ്പർ 1 ആണെന്നാണ്. ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർ പറയുന്നത് സിസ്റ്റത്തിൻ്റെ തകരാറ്, അവരുടെ കുറ്റമല്ല. സിസ്റ്റം ആരാണ് എന്താണെന്ന് ചോദിച്ചാൽ അതിനവർക്ക് ഉത്തരവില്ല. അവർക്ക് ഉത്തരം ഇല്ലെന്ന് മാത്രമല്ല, അവർ പറയാനും അറിയില്ല. അതുപോട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ വിദേശത്ത് പോയി ചികിത്സിച്ച് നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ 80% പേരും ദരിദ്രവാസികളാണ്. വിദേശീയരെ പോലെ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം നമുക്ക് ഇത്ര കാലം ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യം ലഭിച്ച് ഈ 76 വർഷം കഴിഞ്ഞിട്ടും എല്ലാ മനുഷ്യനും തുല്യ അവകാശവും തുല്യ നീതിയും തുല്യ സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് ജനാധിപത്യമെന്ന് നമ്മളെ ഭരണഘടനാ പിതാക്കൾ പഠിപ്പിച്ച് നമുക്കത്തരം നല്ലൊരു ഭരണഘടനയും തന്നു. പക്ഷേ അതുപോലെ നടപ്പാക്കി കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിന് കഴിയാത്തതിൻ്റെ കാരണവും ഈ മതങ്ങൾ തന്നെയാണ്. നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇവിടുത്തെ കേരളത്തിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടുത്തെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മതങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ നടത്തുന്നത്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഇവിടെ നമ്മൾ ഈ വിദേശ പൗരന്മാരെ അനുസരിച്ച് നമ്മളുടെ എബിലിറ്റിയും എഫിഷ്യൻസിയും അവരുടെ എഫിഷ്യൻസിയും തമ്മിലൊന്ന് പരിശോധിച്ച് നോക്കണം. അവരെത്രത്തോളം ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നുവെന്നും നമ്മൾ എത്രത്തോളം നിലവാരത്തിൽ നിൽക്കുന്നുവെന്നും അപ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് ഈ പ്രധാനമന്ത്രി ലോകം മുഴുവൻ നടന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ ഒരു സ്ഥാപനമേ ഉള്ളൂ. ISRO എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് മാത്രമേ ശാസ്ത്രീയമായി നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഈ മറ്റ് രാജ്യങ്ങളിലെ ഉണ്ടായിട്ടുള്ള വികസനത്തിൻ്റെ 1000-ലൊരു വികസനം പോലും നമ്മുടെ രാജ്യത്തോ നമ്മുടെ ഈ കേരളത്തിലോ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. നമുക്ക് ശുദ്ധമായ വിവരമുള്ള വിദ്യാഭ്യാസമേ ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ ഇന്ന് മതങ്ങൾ കൈയടക്കി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ തന്നെയോ വിദ്യാഭ്യാസം പ്രവർത്തകരും അധ്യാപകരും തന്നെ വിവരമുള്ളവരാണോ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിവാദത്തെക്കുറിച്ച് തന്നെ പറയാം. ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് എന്ന് പറയുന്ന തലയിൽ
തുണി കെട്ടുന്ന ഒരു ആചാരം അവർ നടത്തുന്നുണ്ട്. അവർ അതും ധരിച്ചെത്തിയപ്പോൾ ഇവിടെ കന്യാസ്ത്രീമാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, സ്കൂളിൽ കയറ്റാതെ. അതിനുവേണ്ടി ഇപ്പോൾ വളരെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കന്യാസ്ത്രീമാർ പറയുന്നത് ഞങ്ങൾ ശിരോവസ്ത്രം ധരിക്കുന്നത് 19 വയസ്സിന് ശേഷം ഇത് പോയി പഠിച്ച് എന്തൊക്കെയോ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇത് നടത്തുന്നത്, അതുകൊണ്ടത് ശരിയാണ്, മറ്റത് തെറ്റുമാണ്. അവർ ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങുന്ന കാലം മുതലേ തന്നെ അവരത് ശീലിച്ചത്, മുസ്ലിം പെൺകുട്ടികൾ ശീലിച്ചത് അത് ഞങ്ങളുടെ സ്കൂളിൽ ചെയ്യാൻ പാടില്ല, കാരണം ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, അവർ ചെയ്യുന്നത് തെറ്റാണ്. രണ്ടും ആചാരമാണ്. ഇവർ 19 വയസ്സ് കഴിഞ്ഞ് പിന്നെ ക്രിസ്തുവിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ മതങ്ങളെക്കുറിച്ച് പറയുന്നില്ല, അതിന് പോയി കന്യാസ്ത്രീയായി തീരുന്നതും ഇതും തമ്മിൽ രണ്ടും തെറ്റാണ്. അവരുടെ തെറ്റും ഞങ്ങളുടേത് ശരിയാണ്, എല്ലാ മതങ്ങളുടെയും. അതായത് അന്യമത വിദ്വേഷവും പരസ്പര വൈരവും പരസ്പര ശത്രുതയും വളർത്തിയെടുത്ത് സമൂഹത്തെ നമ്മളെ തന്നെ നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രാകൃതമായൊരു സംസ്കാരമാണ് നമ്മുടെ സാക്ഷര കേരളത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്കാരം ഒന്ന് അവസാനിപ്പിച്ച് നാം ജാതിമതങ്ങൾക്ക് അതീതമായി മതേതരമായി ചിന്തിക്കുകയും മതേതരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടിത സമൂഹം നമ്മൾ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പുരോഗതി പൂർണ്ണമായും കൈവരിക്കാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രയോ മനുഷ്യരാണ്, ആയിരക്കണക്കിന് മനുഷ്യരാണ് ചികിത്സ കിട്ടാതെ ആത്മഹത്യ ചെയ്ത് കളയുന്നത്. കാരണം രോഗം ഭേദമാക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണ ഉറപ്പായി കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം, അത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 17,000 പേരാണ് കേരളത്തിലെങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. രോഗം ചികിത്സിച്ച് ഭേദമാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ അപജയമെന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ഈ അഴിമതി, നല്ലതും ശരി ഏതാണ് നല്ലതും ശരിയോ തിരഞ്ഞെടുക്കാൻ ഇവിടുത്തെ നമ്മുടെ പൗരന്മാർക്ക് കഴിവില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹ്യ അധപ്പനം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ഗുണനിലവാരമുള്ള ചികിത്സയും ഇവിടെ ലഭിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പൗരന്മാരെ ഭാവിയിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വിദ്യാഭ്യാസ കച്ചവടം അവസാനിപ്പിച്ച് ഈ ആതുര സേവനം എന്ന് പറയുന്ന ആരോഗ്യരംഗത്തെ കച്ചവടം അവസാനിപ്പിച്ച് അത് സേവനമാക്കി മാറ്റുക. അതാണ് ജനാധിപത്യ അവസ്ഥ എന്ന് പറയുന്നത്. അത് സേവനമാക്കി മാറ്റാൻ ഇവിടുത്തെ മതങ്ങൾക്ക് മാനസിക വിശാലത, അതായത് മാനസിക വളർച്ച ഉണ്ടായാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. മതങ്ങളെ നിരാകരിക്കണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, കാരണം മതങ്ങളെ നിരാകരിക്കാൻ സാധ്യവുമല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതി അതായിപ്പോയി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മതങ്ങൾ ഒരു വശത്ത് ബൈബിളിലും ഖുർആനിലും ഗീതയിലും ഒക്കെ പറയുന്നത് സാമൂഹ്യ സേവനമാണെങ്കിൽ നിങ്ങളത് സേവനമായി നടത്താത്തത് എന്തുകൊണ്ട്? നിങ്ങൾ പണത്തിന് വേണ്ടി നടത്തുന്നത് എന്തുകൊണ്ട്? അതിന് നിങ്ങൾ ഉത്തരം പറയണ്ടേ? നിങ്ങളത് ചിന്തിക്കണ്ടേ? നിങ്ങൾ മതമേലധ്യക്ഷന്മാരും കന്യാസ്ത്രീകളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് നോക്കൂ. നിങ്ങൾ പരസ്പര വിദ്വേഷവും പരസ്പര മാത്സര്യവും പണത്തോടുള്ള ആർത്തിയും ഒഴിവാക്കി കഴിഞ്ഞാൽ, സേവനമാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവൂ, നമ്മുടെ സംസ്ഥാനത്തിന് പുരോഗതി ഉണ്ടാവൂ. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാതെ പരസ്പര വിദ്വേഷവും പരസ്പര ശത്രുതയും മത്സരവും ധനാർത്ഥിയും ഒന്ന് അവസാനിപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കൂട്ടായി ചിന്തിക്കണമെന്നും വിവേകപരമായി ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.